ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളിലൊന്നാണ് മെമ്മറി മാനേജ്മെന്റ്. നമ്മുടെ കമ്പ്യൂട്ടറുകളും ഫോണുകളും ഒരേ സമയം ഒരുപാട് ആപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നത് ഈ ഒരു കൃത്യമായ ഓർഗനൈസേഷൻ ഉള്ളതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ അതിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്: ഫ്രാഗ്മെന്റേഷനും പേജിങ്ങും. ഈ കമ്പ്യൂട്ടർ മെമ്മറി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, അല്ലേ? പക്ഷേ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. എപ്പോഴും തിരക്കുള്ള, കാറുകൾ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു വലിയ പാർക്കിംഗ് ലോട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ ഒരൊറ്റ ഉദാഹരണം മെമ്മറിയിലെ വലിയൊരു പ്രശ്നം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ശരി, അപ്പൊ നമ്മുടെ ഈ പാർക്കിംഗ് ലോട്ടിലെ ഏറ്റവും വലിയ തലവേദന എന്താണെന്നറിയോ? സ്ഥലം വെറുതെ പാഴായി പോകുന്നത് തന്നെ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ഇതിന് കമ്പ്യൂട്ടർ മെമ്മറിയുമായി എന്ത് ബന്ധമാണുള്ളതെന്നും നമുക്ക് നോക്കാം. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ കമ്പ്യൂട്ടറിലെ റാം ഇല്ലേ, അതൊരു നീണ്ട റോഡാണെന്ന് വെക്കാം. അതിൽ ഒരുപാട് പാർക്കിംഗ് സ്പോട്ടുകളുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമും, അതായത് നിങ്ങളുടെ ബ്രൗസർ, ഗെയിം അല്ലെങ്കിൽ ഒരു മ്യൂസിക് ആപ്പ്, ഇവയെല്ലാം ഓരോ കാറുകളാണ്. ചിലത് ചെറിയ കാറുകൾ, ചിലത് വലിയ ട്രക്കുകൾ. ഇവയ്ക്കെല്ലാം പാർക്ക് ചെയ്യാൻ ഈ റോഡിൽ സ്ഥലം വേണം. ഇനി നമ്മളൊരു പ്രോഗ്രാം ക്ലോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പാർക്ക് ചെയ്ത കാർ അവിടുന്ന് പോകുന്നതുപോലെയാണ്. ആ സ്ഥലം കാലിയായി. പക്ഷെ ശരിക്കുള്ള പ്രശ്നം തുടങ്ങുന്നത് ഇവിടെയാണ്. പലയിടത്തായി ചെറിയ ചെറിയ ഒഴിഞ്ഞ സ്പോട്ടുകൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു വലിയ ട്രക്കിന് വന്ന് പാർക്ക് ചെയ്യാൻ പറ്റാതെ വരും. മൊത്തത്തിൽ നോക്കിയാൽ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാകും. പക്ഷെ അതൊന്നും ഒരുമിച്ചല്ല, പല കഷ്ണങ്ങളായി ചെതറിക്കിടക്കുകയാണ്. അപ്പോ ഈ പാഴായി പോകുന്ന സ്ഥലം എന്ന പ്രശ്നത്തിന് കമ്പ്യൂട്ടർ ലോകത്ത് ഒരു പേരുണ്ട്. അതാണ് മെമ്മറി ഫ്രാഗ്മെന്റേഷൻ. അതായത് ഉപയോഗിക്കാവുന്ന മെമ്മറി ചെറിയ കഷ്ണങ്ങളായി അഥവാ ഫ്രാഗ്മെന്റുകളായി ചിതറിപ്പോകുന്നു. ഈ ഫ്രാഗ്മെന്റേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. ആദ്യത്തേത് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. നമ്മുടെ പാർക്കിംഗ് ലോട്ടിലെ ഉദാഹരണം ഓർത്താൽ മതി. പലയിടത്തായി ചിതറിക്കിടക്കുന്ന ചെറിയ ഒഴിഞ്ഞ സ്പോട്ടുകൾ കാരണം ഒരു പുതിയ കാറിന് വന്ന് പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാമത്തേതാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഇതിന്റെ പേരുപോലെ തന്നെ പ്രശ്നം ഉള്ളിലാണ്. ഒരു ചെറിയ കാർ വലിയൊരു ട്രക്ക് പാർക്ക് ചെയ്യുന്ന സ്പോട്ടിൽ കയറി നിന്നാൽ എങ്ങനെയിരിക്കും? ആ സ്പോട്ടിലെ ബാക്കി സ്ഥലം വെറുതെ പോയില്ലേ? അതുപോലെ ഒരു ചെറിയ പ്രോഗ്രാമിന് ആവശ്യമുള്ളതിലും കൂടുതൽ മെമ്മറി കൊടുത്തു കഴിയുമ്പോൾ ആ കൊടുത്ത ബ്ലോക്കിനുള്ളിൽ തന്നെ കുറെ സ്ഥലം വെറുതെ പാഴായി പോകുന്നു. ഇതൊരു ചെറിയ പ്രശ്നമാണെന്ന് കരുതരുത്. ചില സാഹചര്യങ്ങളിൽ കമ്പ്യൂട്ടർ മെമ്മറിയുടെ 1/3 ഭാഗം വരെ ഇങ്ങനെ ഉപയോഗശൂന്യമായി പോകാം. ചില പ്രത്യേക മെമ്മറി അലൊക്കേഷൻ രീതികളിൽ ശരാശരി പകുതിയോളം മെമ്മറി പാഴായി പോകാം എന്നൊരു നിയമം തന്നെയുണ്ട്. ഒരുപാട് ആപ്പുകൾ ഒരേ സമയം തുറക്കുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം പതിയാകുന്നത് കണ്ടിട്ടില്ലേ? അതിന്റെ ഒരു കാരണം ഇതാണ്. പുതിയ പ്രോഗ്രാമുകൾക്കാവശ്യമായ തുടർച്ചയായ സ്ഥലം കണ്ടെത്താൻ സിസ്റ്റം ബുദ്ധിമുട്ടുകയാണ്. അപ്പോ ഈ ഫ്രാഗ്മെന്റേഷൻ എന്ന വലിയ തലവേദനയ്ക്കൊരു പരിഹാരവുമില്ലേ? തീർച്ചയായുമുണ്ട്. ഇവിടെയാണ് പേജിംഗ് എന്നൊരു കിടിലൻ ഐഡിയ വരുന്നത്. ഇത് നമ്മുടെ കഥയിലൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് തന്നെ പറയാം. പേജിംഗിന്റെ അടിസ്ഥാന ആശയം മനസ്സിലാക്കാൻ നമ്മുടെ പാർക്കിംഗ് ലോട്ടിലേക്ക് തന്നെ തിരിച്ചുവരാം. എപ്പോഴും ഒരു മുഴുവൻ കാറിനെയും ഒരിടത്ത് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനു പകരം ആ കാറിനെ പല കഷ്ണങ്ങളാക്കിയിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ സ്പോട്ടുകളിൽ വെച്ചാലോ? ഈയൊരു ലളിതമായ ചോദ്യമാണ് പേജിംഗ് എന്ന ആശയത്തിന്റെ കാതൽ. അതായത് ഒരു പ്രോഗ്രാമിന് മെമ്മറിയിൽ തുടർച്ചയായ സ്ഥലം തന്നെ വേണം എന്ന നിർബന്ധം അങ്ങ് ഒഴിവാക്കുക. അതാണ് പേജിംഗ് ചെയ്യുന്നത്. പ്രോഗ്രാമിനെ പല കഷ്ണങ്ങളാക്കി മെമ്മറിയിൽ എവിടെയൊക്കെ ഒഴിഞ്ഞ സ്ഥലമുണ്ടോ അവിടെയൊക്കെയായി കൊണ്ടുപോയി വെക്കാൻ പേജിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ സഹായിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന പ്രശ്നം അതോടെ തീർന്നു. പിന്നെ മെമ്മറി എവിടെയൊക്കെ ഒഴിഞ്ഞുകിടക്കുന്നോ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒഴിഞ്ഞ സ്ഥലങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ എളുപ്പമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മാജിക് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്? അതായത് ഒരു പ്രോഗ്രാമിനെ ഇങ്ങനെ പല കഷ്ണങ്ങളാക്കി പലയിടത്തായി വെച്ചിട്ടും അതെങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കുന്നു? നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ രണ്ട് പുതിയ വാക്കുകൾ പഠിക്കേണ്ടത്: പേജുകളും ഫ്രെയിമുകളും. വളരെ സിമ്പിളാണ്. നമ്മൾ പ്രോഗ്രാമിനെ മുറിക്കുന്ന ഒരേപോലെയുള്ള കഷ്ണങ്ങളില്ലേ, അതിനെയാണ് പേജുകൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിലെ യഥാർത്ഥ മെമ്മറിയെ, അതായത് റാമിനെയും അതേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിനെ ഫ്രെയിമുകൾ എന്നും പറയും. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പ്രോഗ്രാമിനെ എടുത്ത് പേജുകളായി മുറിക്കും. എന്നിട്ടോ റാമിൽ എവിടെയൊക്കെ ഫ്രെയിമുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ടെന്ന് നോക്കും. പിന്നെ ഈ പേജുകളെ എടുത്ത് ആ ഒഴിഞ്ഞ ഫ്രെയിമുകളിലായി കൊണ്ടുപോലെ വെക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് പേജ് ഏത് ഫ്രെയിമിലാണ് വെച്ചതെന്ന് ഓർമ്മിക്കാൻ
ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു മാപ്പ് സൂക്ഷിക്കുന്നു എന്നതാണ്. ഈ മാപ്പിനെയാണ് നമ്മൾ പേജ് ടേബിൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു സാധാരണ ടേബിൾ ആണെങ്കിലും ഭയങ്കര പവർഫുൾ ആണ്. ഇതിൽ പ്രധാനമായും 2 കോളങ്ങളാണുള്ളത്. പ്രോഗ്രാമിന്റെ പേജ് നമ്പർ ഏതാണ്, അത് റാമിലെ ഏതു ഫ്രെയിമിലാണ് ഇരിക്കുന്നത് എന്നതും. ഈ കാണുന്ന ഉദാഹരണമെന്ന് നോക്കിയേ. പ്രോഗ്രാമിന്റെ ആദ്യ കഷ്ണമായ പേജ് 0 ഇരിക്കുന്നത് ഫ്രെയിം 3ലാണ്. അടുത്ത പേജായ പേജ് 1 എവിടെയാ? അത് ഫ്രെയിം 7ലാണ്. കണ്ടില്ലേ, അവയൊന്നും അടുത്തടുത്തല്ല. ഈ ചിതറിക്കിടക്കുന്ന കഷ്ണങ്ങളുടെ കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്നത് ഈ പേജ് ടേബിൾ ആണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പ്രോഗ്രാം എഴുതുന്ന ആൾ കാണുന്ന മെമ്മറിയും കമ്പ്യൂട്ടറിന്റെ യഥാർത്ഥ ഫിസിക്കൽ മെമ്മറിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാതാകുന്നു എന്നതാണ്. പ്രോഗ്രാമർക്ക് തോന്നും തനിക്ക് തുടർച്ചയായ വലിയൊരു മെമ്മറി സ്പേസ് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ സത്യത്തിൽ അത് റാമിൽ പലയിടത്തായി ചിതറിക്കിടക്കുകയായിരിക്കും. പക്ഷെ ഒരു ചെറിയ കാര്യം നമ്മൾ മറക്കരുത്. പേജിംഗ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ പൂർണ്ണമായി ഇല്ലാതാക്കും, സമ്മതിച്ചു. എന്നാലും ഇന്റേണൽ ഫ്രാഗ്മെന്റേഷനും ഒരു ചെറിയ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു പ്രോഗ്രാമിന് ഒരു 3.5 പേജിന്റെ വലുപ്പമേ ഉള്ളൂന്ന് വെക്കാം. സിസ്റ്റം അതിന് 4 ഫ്രെയിമുകൾ കൊടുക്കും. അപ്പോ ആ 4ാമത്തെ ഫ്രെയിമിന്റെ പകുതി സ്ഥലം വെറുതെ പാഴായിപ്പോകും. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു നഷ്ടം മാത്രമാണ്. അപ്പോ ചിതറിക്കിടക്കുന്ന മെമ്മറി എന്ന പസിലിന് പേജിംഗ് എന്ന ഒരു കിടിലൻ സൊല്യൂഷൻ നമ്മൾ കണ്ടു. പക്ഷേ ഒരു ചോദ്യം ബാക്കിയില്ലേ? ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഓരോ സെക്കൻഡിലും ഈ പേജ് ടേബിളിൽ നോക്കി ശരിയായ മെമ്മറി ലൊക്കേഷൻ കണ്ടെത്തണം. ഇത്രയും സങ്കീർണമായൊരു കാര്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഒരു താമസമില്ലാതെ മിന്നൽ വേഗത്തിൽ ചെയ്യുന്നത്? അതൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമാണ്. നമുക്കത് മറ്റൊരു വിശകലനത്തിൽ ചർച്ച ചെയ്യാം.